റിപ്പോർട്ട് ബിഗ് എക്സ്ക്ലൂസീവ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ നടക്കുന്നത് ദുബായിലാണ്. ലീഗ് നേതാവിന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഗൾഫിലെ ലീഗ് നേതാവും വ്യവസായിയുമായ മലപ്പുറം സ്വദേശിയുടെ ദുബായിലെ വീട്ടിലാണ് ജോസ് കെ മാണി നിലവിലുള്ളത്. ഈ വ്യവസായിയുടെ മലപ്പുറത്തെ വീട്ടിൽ വെച്ച് മുൻപും മുന്നണി മാറ്റ ചർച്ചകൾ നടന്നിട്ടുണ്ട്. 4 ദിവസം മുൻപാണ് ദുബായിലെത്തിയത്. ഭാര്യയ്ക്കും മകനുമൊപ്പം ദുബായിലുള്ള ജോസ് കെ മാണി ഇന്ന് വൈകിട്ട് കേരളത്തിൽ തിരിച്ചെത്തും. റഹീസ് റഷീദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ചർച്ച ദുബായിലാണ്. ഇന്നലെ LDFന്റെ പ്രധാനപ്പെട്ട സമരപരിപാടിയിൽ, കേന്ദ്രത്തിനെതിരായ സമരപരിപാടിയിൽ ജോസ് കെ മാണിയില്ല. ജോസ് കെ മാണി ദുബായിലാണ് കുടുംബസമേതം എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. പക്ഷേ അത് കുടുംബയാത്രയായിരുന്നില്ല, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള യാത്രയായിരുന്നു എന്നതിന്റെ വിവരങ്ങളാണോ പുറത്തുവരുന്നത്? സ്മൃതി, ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ചെയർമാൻ ഇപ്പോഴുള്ളത് ദുബൈയിലാണ്. ദുബൈയിൽ മുന്നണി മാറ്റ ചർച്ചകളുടെ ഭാഗമായാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഒപ്പം മകൻ ജോസ് കെ മാണി ജൂനിയറും ഭാര്യ നിഷ ജോസ് കെ മാണിയുമുണ്ട്. വെള്ളിയാഴ്ചയാണ് അവർ ദുബൈയിലെത്തിയത്. ദുബൈയിൽ ലീഗ് നേതാവിൻ്റെ, ഗൾഫിലെ ലീഗിൻ്റെ പ്രവാസി സംഘടനയുടെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു നേതാവിൻ്റെ വസതിയിലാണ് ജോസ് കെ മാണി ഉള്ളത്. അവിടെ നിന്ന് PK കുഞ്ഞാലിക്കുട്ടിയുമായും ഒപ്പം VD സതീശനുമായും രമേശ് ചെന്നിത്തലയുമായുമാണ് മുന്നണി മാറ്റ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുന്നത്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അതൊരു ധാരണയായി എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ധാരണ എന്ന് പറയുമ്പോൾ ഫൈനൽ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. അതായത് LDFിനുണ്ടായിരുന്നപ്പോൾ 12 സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്നു. അതിൽ എത്ര സീറ്റ് UDFിൽ വരുമ്പോൾ കൊടുക്കാമെന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. 6 സീറ്റിന്റെ കാര്യത്തിൽ UDF ഇതിനകം തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജയിച്ചത് 5 സീറ്റിലാണ് റഹീസ്. അപ്പോൾ 6 സീറ്റ് എന്നതാണോ വാഗ്ദാനം? അപ്പോൾ അതിനപ്പുറം എത്രയാണ് ചോദിക്കുന്നത്? സ്മൃതി, 6 സീറ്റിന്റെ കാര്യത്തിലാണ് UDF നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. 5 സിറ്റിംഗ് സീറ്റ് കൂടാതെ ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ വേണ്ടി പാലാ സീറ്റ്, അങ്ങനെ 6 സീറ്റിന്റെ കാര്യത്തിൽ UDF ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. നമുക്ക് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യത അനുസരിച്ച് അതൊരു ധാരണയായി കഴിഞ്ഞു ഇതിനകം തന്നെ. ഇനി അന്തിമമായി എത്ര സീറ്റ് വേണം, LDFിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന 12 സീറ്റ് വേണം എന്ന ആവശ്യം ജോസ് കെ മാണി ഉന്നയിക്കുന്നതായി മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര നൽകാൻ കഴിയില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. ഏറ്റവും നിർണായകമായ കാര്യം, നമുക്ക് 100% സ്ഥിരീകരിച്ചു പറയാൻ പറ്റുന്ന കാര്യം, ദുബൈയിലുള്ള മലപ്പുറം സ്വദേശിയായ വലിയൊരു വ്യവസായിയുടെ ആതിഥേയത്വത്തിലാണ് ജോസ് കെ മാണിയും കുടുംബവും ഉള്ളത്. വെള്ളിയാഴ്ചയാണ് അവരവിടെ എത്തിയത്. ഇന്ന് വൈകിട്ട്, നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ന് വൈകിട്ട് ജോസ് കെ മാണി തിരിച്ചു വരും. കുടുംബം, നിഷ ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ മകനും 2 ദിവസം കൂടി ദുബൈയിൽ നിൽക്കും എന്നതാണ് അവരുടെ പ്ലാൻ. റഹീസ്, അപ്പോൾ 4 ദിവസം മുമ്പാണ് ദുബൈയിലെത്തിയത്. അതിനു മുമ്പ് മലപ്പുറത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലും ചർച്ചകൾ നടന്നു എന്ന് പറയുമ്പോൾ അത് ഏത് സമയത്തായിരുന്നു? സ്മൃതി, ഇത് മുമ്പ് UDFിലേക്ക് ജോസ് കെ മാണി വരുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഈ യുവ വ്യവസായിയുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് അന്ന് ഈ യുവ വ്യവസായിയും മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടിയുമായി ജോസ് കെ മാണി ആ വീട്ടിലെത്തിയ സമയത്ത് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ പിന്നീട് ആ ചർച്ചകൾ മുന്നോട്ട് പോയില്ല. ജോസ് കെ മാണി ഒരു ഘട്ടത്തിലും UDFിലേക്ക് വരാൻ തയ്യാറല്ല എന്ന് നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് ജോസ് കെ മാണിക്കും കൂടി മനം മാറ്റം ഉണ്ടാകുന്നത്. അതനുസരിച്ചുള്ള തുടർ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ കേരളത്തിൽ എവിടെയെങ്കിലും ചർച്ചകൾ നടന്നാൽ അത് മാറാനുള്ള, അല്ലെങ്കിൽ ചർച്ചകൾ ലീക്കാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ജോസ് കെ മാണിക്ക് വ്യക്തിപരമായി കൂടി അടുപ്പമുള്ള, ആ വ്യവസായി എന്ന് പറയുമ്പോൾ, ലീഗ് നേതാവെന്ന് പറയുമ്പോൾ ജോസ് കെ മാണിക്ക് വർഷങ്ങളായി വ്യക്തിപരമായ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട് തെരഞ്ഞെടുത്തത്. ഇതിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് പ്രവാസി സംഘടനയുണ്ട്. ആ സംഘടന അറിഞ്ഞിട്ടില്ല. ഒപ്പം ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ സംസ്ഥാനത്തെ പല നേതാക്കൾക്കും ജോസ് കെ മാണി എവിടെയാണ് ഇപ്പോഴുള്ളതെന്ന് കൃത്യമായി അറിയുക. അതാണ് പലരും ഡൽഹിയിൽ എന്നും ചിലർ ദുബൈയിൽ എന്നും മാറി മാറി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തത പാർട്ടിക്കകത്ത് പോലും കൊടുക്കാതെയാണ് ജോസ് കെ മാണി ദുബൈയിലേക്ക് പോയതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത്.